ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ടാറോ നിങ്ങൾക്ക് തന്ന ഗൈഡൻസ് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആവുക. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നിങ്ങളുടെ എനർജി ഇതിലേക്ക് വരുന്നത് എന്നുകൂടി പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് റീഡിങ്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ഇന്നത്തെ ജനറൽ റീഡിങ്. ഇതാണ് ഗൈഡൻസ് നോക്കാം. ബി പോസിറ്റീവ്. എല്ലാവരും പോസിറ്റീവായിരിക്കും. Six of Swords, World card, Page of Pentacles, Page of Swords, Wheel of Fortune, Ten of Cups. 8 of Wands ആണ് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത്. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ 6 of Swords, World card, Page of Pentacles, Page of Swords, Wheel of Fortune, Ten of Cups, Knight of Wands ആണ്. ഓക്കെ, ഇവിടെ 6 of Swords പറയുന്നത് ഒരു യാത്രയുടെ കാർഡാണിത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു യാത്രയുടെ കാർഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്നും സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുള്ള ആ ഒരു വിഷമകരമായിട്ടുള്ള കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ അതിനെ മനസ്സിലാക്കി നിങ്ങൾ അവിടുന്ന് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളിലേക്കൊരു ചേഞ്ചാണ് വരുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതും കൂടിയാണ്. നിങ്ങളുടെ ആ ഒരു കാർമികമായിട്ടുള്ള ബാഗേജ് റിലീസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞൊരു ദിവസം വരെ നിങ്ങൾ വളരെയധികം ടെൻഷനിൽ നിന്നിട്ടുണ്ടാവും. വളരെ മാനസികമായിട്ട് സംഘർഷങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കൺ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ചതിക്കപ്പെട്ടുള്ളതായിട്ട് നിങ്ങൾ തോന്നിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങളുടെ കരിയറിൽ, ബിസിനസ്സിൽ. അപ്പോൾ ഏതിലൂടെയാണോ നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അവിടുന്ന് ആ ഒരു സമാധാനത്തിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ 6 of Swords ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലർക്കൊക്കെ ഇതെന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു, അത് ഇഷ്ടമല്ലാത്തൊരു ജോലിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു ജോലിയിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കടൽ കടന്ന് ഒരു കടബാധ്യതയോ എന്തെങ്കിലും മൂലം നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് സമാധാനത്തിനായിട്ട് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് കടബാധ്യത മൂലമോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് മൂലമോ നിങ്ങൾ ഉള്ള സ്ഥലത്തു നിന്ന് യാത്ര ചെയ്ത് പോകുന്നതായിരിക്കാം. അത് ഓവർസീസ് ആയിരിക്കാം, ചിലപ്പോൾ കടൽ കടന്ന് പോകുന്നതായിരിക്കാം എന്നും കൂടി ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ഒരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് 6 of Swords. അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്നൊരു ചേഞ്ചാണ് എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് വേൾഡ് കാർഡാണ്. ഇവിടെ ഒരു കംപ്ലീഷനാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഒരു കാർമികമായിട്ടുള്ളൊരു സിറ്റുവേഷൻ കംപ്ലീഷനാണ് ഇവിടെ കാണിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഒരു കർമ്മയുടെ സൈക്കിൾ എൻഡാവുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഒരു ഫുൾഫിൽമെൻ്റ് ആണ് ചിലർക്കൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സക്സസ് നിങ്ങളിലേക്ക് വരുന്ന, ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കൂടിയാണ് ഇവിടെ വേൾഡ് കാർഡ്
പറയുന്നത്. അതായത് ചിലർക്കൊക്കെ ഒരു യാത്രയുടെ കാർഡും കൂടിയാണ്. ഇവിടെയും ഒരു കടൽ കടന്നിട്ടുള്ളൊരു യാത്ര ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരു പുതിയൊരു കോഴ്സ് പഠിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ട് പോകുന്നതോ, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നതോ, ഇത്രയും നാളുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ ഒരു സക്സസ്സിലേക്ക് പോകുന്ന തരത്തിലൊരു എനർജിയാണ് വേൾഡ് കാർഡ് ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു ആഘോഷത്തിൽ പങ്കെടുക്കുന്ന പോലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ വേൾഡ് കാർഡ്. ആഘോഷത്തിൽ പങ്കെടുക്കുന്നതായിട്ടും നിങ്ങൾ വളരെയധികം ഒരു ഒരു അട്രാക്റ്റീവായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിൽ എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് വേൾഡ് കാർഡിൻ്റെ എനർജി എന്ന് പറയുന്നത്. പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പൂർണ്ണതയുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അതായത് നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കംഫേർട്ട്, ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു എനർജി, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ്. നിങ്ങളുടെ കുറവുകളൊക്കെ മനസ്സിലാക്കി പെരുമാറുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരു ആപ്റ്റ് ആയിട്ടുള്ള പാർട്ട്ണറെ ആയിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ നിങ്ങളുടെ കൂടെയുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ. അതുപോലെ തന്നെ ഒരു കർമ്മ സൈക്കിളിൻ്റെ എൻഡാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങൾ അഭിമാനിക്കുന്ന തരത്തിലും നേരത്തെ പറഞ്ഞല്ലോ, അതായത് നിങ്ങൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നു എന്നുള്ളതും കൂടിയാണ്. എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതും കൂടിയാണ്. പിന്നെ ചിലർക്കൊക്കെ ഒരു ട്രാവലാണ് പറഞ്ഞു. കുറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ. പിന്നെ നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ചിലർക്ക് ഒരു നിങ്ങളൊരു മറ്റുള്ളവരുടെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് വേൾഡ് കാർഡിൻ്റെത്. മറ്റുള്ളവർ നിങ്ങളെ നിരീക്ഷിക്കുന്ന തരത്തിലുള്ള എനർജി, ഒരു സർവൈലൻസിലായിരിക്കും നിങ്ങൾ എന്നുള്ളത് കൂടിയുണ്ട്. അതുപോലെ ചിലർക്കൊക്കെ ഒരു കുറ്റം പറയാനുള്ള ഒരു സാധ്യത കൂടി, കുറ്റമല്ല നിങ്ങളോടുള്ള ഒരു അസൂയ മറ്റുള്ളവർക്ക് അത് ഫീലാവുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നു എന്നുള്ള തരത്തിൽ, അതിൻ്റെ പേരിൽ നിങ്ങളെ ആ ഒരു അസൂയ കൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന തരത്തിലൊരു എനർജിയാണ്. അപ്പോൾ നല്ല രീതിയിൽ കാണുമ്പോൾ ചിലർക്കൊന്നും അത് പിടിക്കില്ല. അപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് നല്ലതാണെങ്കിലും അത് നല്ലത് പറയാതെ കുറ്റം എന്നുള്ള രീതിയിൽ നിങ്ങളെ പറയുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. ചിലരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നു, അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ന്, നിങ്ങളെക്കുറിച്ച് അവരെ പോലെ എനിക്കും ആകാൻ പറ്റിയെങ്കിൽ എന്ന് തോന്നുന്ന തരത്തിലൊരു എനർജി ആണ് ഇവിടെ വേൾഡ് കാർഡിൻ്റെ ഇത് പറയുന്നത്. ഓക്കെ, അടുത്ത പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കോഴ്സായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു പണമായിരിക്കാം, അത് നിങ്ങളിലേക്ക് എത്തുന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു സംരംഭം നിങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് അതിലേക്ക് നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ്. നിങ്ങൾ എന്തോ ഒരു പുതിയ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് റിസ്ക് എടുത്തിട്ടും മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാണ്. അപ്പോൾ അതിന് നിങ്ങൾ റെഡിയാവുകയാണ് എന്നുള്ളതും കൂടിയാണ് പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയുടെ കാണുന്നത്. പിന്നെ ഒരു ക്രിയേറ്റീവ് ഐഡിയ അല്ലെങ്കിൽ ഒരു തൊഴിലവസരം, ഇത് ഒക്കെ തന്നെയാണ് പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി പറയുന്നത്. പിന്നെ നിങ്ങൾ വളരെയധികം അഡ്മയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പ് ആയാലും ഒരു കോഴ്സ് ആയാലും ഒരു കരിയർ ആയാലും അതൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. അതായത് ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല, അപ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് അങ്ങനെ ഒരു കാര്യം വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി പറയുന്നത്. എന്തായാലും പണമൊക്കെ നിങ്ങളിലേക്ക് വരുന്നൊരു ഫീലാണ് ഇവിടെ, അങ്ങനെയുള്ളൊരു സാധ്യതയാണ് ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, അതിനൊക്കെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പണമായിരിക്കാം, വ്യക്തിയായിരിക്കാം, കരിയർ ആയിരിക്കാം, കോഴ്സായിരിക്കാം, കുറേ നാളായിട്ട് കാത്തിരുന്ന കാര്യം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അതിനുള്ള സാധ്യത പേജ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നു. അടുത്ത പേജ് ഓഫ് സോഡ്സ് ആണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്കില്ല്,
ഒരു കഴിവ്, നിങ്ങൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യം പഠിക്കുന്നതോ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ അതും കൂടി ആയിരിക്കാം ഈ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അതാണ്. അടുത്തത് പേജ് ഓഫ് സോർട്സ് ആണ്. നിങ്ങളിലേക്ക് ഇവിടെയും ഒരു പുതിയൊരു ഐഡിയ, പുതിയൊരു കോഴ്സ് അല്ലെങ്കിൽ പുതിയ അറിവ്, പുതിയ അവസരങ്ങൾ, ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിനെയും അറിയാൻ നിങ്ങൾക്ക് ഉത്സാഹം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് റിസ്ക് എടുക്കാനും നിങ്ങൾ തയ്യാറാണ് എന്നുള്ളതും കൂടിയാണ്. കാരണം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഇനി വെയിറ്റ് ചെയ്തിരിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ എല്ലാത്തിനും ഒരു ഉത്സാഹം കാണിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് പുതിയ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള എനർജി, പുതിയ നോളജ് നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനും കൂടിയാണ് ഇവിടെ വരുന്നത് എന്നുള്ളതും കൂടിയാണ്. പുതിയ ലൈറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം മെൻ്റലി നിങ്ങൾക്ക് എല്ലാം ഒരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇവിടെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ സോഡിൻ്റെ മേലിലൂടെയാണ് നടക്കുന്നത്. അതായത് ഒന്ന് കാല് തെറ്റിയാൽ താഴെ വീഴും, ഇല്ലെങ്കിൽ കാല് മുറിയും എന്നറിയാം. എങ്കിലും നിങ്ങൾ അതിന് മുതിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു ഇതിൽ നിന്നും ഈ ഒരു റോക്ക്, ഈ ഒരു പാറയിൽ നിന്നും ഇപ്പുറത്തേക്ക് കടക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഒരു നിങ്ങൾക്കൊരു പേജിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം അതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാകുന്നു. പഠനത്തിനായാലും പുതിയ ഐഡിയയിലായാലും പുതിയൊരു വെളിച്ചം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായാലും പുതിയൊരു വഴി തിരഞ്ഞെടുക്കാനായാലും പുതിയ അവസരങ്ങൾ തിരഞ്ഞെടുക്കാനായാലും പുതിയൊരു റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിലും നിങ്ങളിലേക്ക് അറിവ് സമ്പാദിക്കുന്നതിനായാലും എല്ലാത്തിലും നിങ്ങൾ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അതാണ്. ഒരു റെസ്റ്റ്ലെസ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക, റെസ്റ്റ്ലെസ്നെസ്. അതാണ് പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത്. അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ചിലപ്പോൾ ഇവിടെ പാസ്റ്റിൽ നിന്നും ഏതെങ്കിലും, അതായത് മുമ്പ് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരു വ്യക്തി വരുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് കേട്ടോ പേജ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എനർജി കൂടി ആയിരിക്കും. അതുപോലെ തന്നെ മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു സമയം നിങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ള ആക്ഷൻ, അതിന് ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവും. മുന്നോട്ടുള്ള ശ്രദ്ധയില്ലാണ്ട് നിങ്ങൾ മുന്നോട്ട് ഒരു ദീർഘവീക്ഷണമില്ലാതെ നിങ്ങൾ എടുത്തു ചാടി പുറപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അത് നിങ്ങളിലേക്ക് വരുന്നു. അങ്ങനെ പോയിട്ടുള്ള, നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ബന്ധമോ അങ്ങനെയുള്ള കാര്യങ്ങളോ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ്. നിങ്ങളതിനെ പുനർവിചിന്തനം ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക്, അതായത് ഒരു ഭാഗ്യം, ഒരു വിധി, മാറ്റം നിങ്ങളിലേക്ക് വരുന്നു. അതായത് യൂണിവേഴ്സ് കാലചക്രം തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ചില സമയത്ത് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചിലർക്ക് നല്ല കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. അവരുടെ ലൈഫിലേക്ക് ഗുഡ് ലക്ക്, അതുപോലെ തന്നെ ആ ഒരു കർമ്മ റിലീസിങ്, അതുപോലെ ഒരു ട്രാവല്, ജോലി മാറ്റം, മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു. അതായത് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം, നിങ്ങൾ എന്ത് കർമ്മയാണോ ചെയ്തിട്ടുള്ളത് ആ നല്ലതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. ചിലർക്ക് അതിൻ്റെ ഓപ്പോസിറ്റുമായിരിക്കാം. ഇവിടെ യൂണിവേഴ്സ് കറക്റ്റായിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചിലർക്കൊക്കെ ഭാഗ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, ലക്ക് എന്ന് പറയുമ്പോൾ പലതരത്തിലും ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു പണം കിട്ടുന്നതായിരിക്കാം,
നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു പണം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറുന്നതായിരിക്കാം. നിങ്ങളെ കുറ്റം പറഞ്ഞ വ്യക്തികൾ ചിലപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. അപ്പോൾ അതൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതും കൂടിയാണ്. പിന്നെ നിങ്ങൾ പല കാര്യങ്ങളും സ്വയം ചെയ്തിട്ട് ഭാഗ്യത്തെ നിങ്ങളുടെ വരുതിയിലാക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ. പിന്നെ പറഞ്ഞല്ലോ, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളെ ഒരു ദേഷ്യത്തോടെ കണ്ടിരുന്ന വ്യക്തികൾ പോലും നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജിയാണ്. ചിലർക്കൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റും സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഭാഗ്യം എന്ന് പറയുമ്പോൾ പലതരത്തിൽ വരാം. പറഞ്ഞല്ലോ, ഒരു നറുക്കെടുപ്പോ ലോട്ടറി വിന്നോ, അങ്ങനെ ഏത് തരത്തിലാണോ നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങളുടെ കർമ്മ അനുസരിച്ചിരിക്കും, ഗുഡ് കർമ്മ അനുസരിച്ചിരിക്കും എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത്. എന്തായാലും ഒരു കർമ്മ റിലീസിംഗ് ആണ് പലർക്കും. ഒരു ലൈഫ് സൈക്കിൾ ആണ് എൻ്റെ ആയിട്ട് വരുന്നത്. ഒരു ഡെസ്റ്റിനിയാണ് ഇവിടെ വരുന്നത്. ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിലെ. ഇവിടെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. അത് ആ ഒരു ടേണിംഗ് പോയിന്റിലേക്കാണ് വരുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി എന്ന് പറയുന്നത്. ചിലർക്കൊക്കെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ, അതായത് ഇതുവരെ പ്രശ്നത്തിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ട് ഒരു റീസ്റ്റാർട്ടായിരിക്കും ചിലർക്കൊക്കെ വരുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ നിന്നവർക്കൊക്കെ അതിൽ നിന്ന് ഒരു മാറ്റം, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ നിന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്ലാനിങ്ങിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ ചിലപ്പോൾ അത് ഓപ്പോസിറ്റായിട്ട് തിരിയാനുള്ള ഒരു ഇതുമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് കാണുമ്പോൾ വളരെയധികം കെയർഫുള്ളായിരിക്കുക. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് യൂണിവേഴ്സാണ്. ഓക്കെ, ഇതാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അടുത്തത് 10 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് ഫാമിലിയുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കാനുള്ള ഒരു എനർജിയാണ് ഇന്ന് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയുമായിട്ട് പുറത്തേക്ക് പോവുകയും ഒരു നല്ല രീതിയിൽ അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ സംസാരിക്കുന്ന തരത്തിലുള്ള എനർജി ആയിരിക്കും. അല്ലെങ്കിൽ ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നതോ പാർക്കിൽ പോകുന്നതോ ബീച്ചിൽ പോകുന്നതോ അല്ലെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പിന് പോകുന്നതോ, എന്തായാലും നിങ്ങളുടെ ആ ഒരു ഫാമിലിയിൽ വളരെ നല്ലൊരു ഐക്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഫാമിലി അല്ല, അല്ലെങ്കിൽ ഫാമിലി പോലെ നിങ്ങൾ കരുതുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഇന്നർ ഹാപ്പിനെസ്, അതുപോലെ ഒരു അലൈൻമെൻ്റ് ഒക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്ക് ഒരു അലൈൻമെൻറ്റിലേക്ക് വരുന്നു, ഒരു സന്തോഷം അവർക്ക് തോന്നുന്നു, ഒരു ഡിവൈൻ ലവ് അവരിലേക്ക് വരുന്നു, ഒരു ഐക്യം വരുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ. അവർക്ക് ഒരു ഫുൾഫിൽമെൻ്റ് ആണ് വരുന്നത്. ഇമോഷണലി വളരെയധികം ഫുൾഫിൽഡ് ആയിരിക്കും എന്നുള്ളത് കൂടിയാണ്. അതുപോലെ ചിലർക്കൊക്കെ അവർ വിചാരിച്ചിരുന്ന കാര്യം, ഒരു സ്വപ്നം കണ്ടൊരു കാര്യം, ഒരു ഡ്രീം കം ട്രൂ ആണ്. നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാര്യം എന്താണോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സത്യമായിട്ട് വരുന്നു, സത്യമായി ഭവിക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്നായാലും ഫാമിലി പോലെ നിങ്ങൾ കരുതുന്ന വ്യക്തികളിൽ നിന്നായാലും നല്ലൊരു സപ്പോർട്ടും സ്നേഹവും കിട്ടുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് 10 ഓഫ് കപ്സിൻ്റെ എനർജി. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതോ കുറച്ച് സമയം ഫാമിലിയുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതോ അങ്ങനെയുള്ള എനർജിയും കൂടി ആയിരിക്കും 10 ഓഫ് കപ്സ്. ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് വാൺസ് ആണ്. അതായത് നിങ്ങളിലേക്കൊരു മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം വളരെ പെട്ടെന്ന് സ്വിഫ്റ്റായിട്ട് നിങ്ങളിലേക്ക് ഒരു സഡൻ ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു സ്പീഡ് ആക്ഷനാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ഒരു മൂവ്മെൻറ്റ്, ഇത്രയും നാളൊരു സ്റ്റക്ക് എനർജിയിൽ നിന്നൊരു കാര്യം ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ ക്വിക്കായിട്ട് സംഭവിക്കുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ്. ഒരു സഡൻ ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ ചിലർക്കൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നവർക്കാണെങ്കിൽ ക്വിക്കായിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കേണ്ട അവസ്ഥ വരുന്നു. ചിലർക്ക് ഇത് എയർ ട്രാവലിൻ്റെ കാർഡ് കൂടിയാണ്. നിങ്ങൾ ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നതോ വിദേശത്തു നിന്ന് വരുന്നതോ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്, ഒരു കരകരപ്പുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പോകുന്നതോ വിദേശത്തു നിന്ന് വരുന്നതോ ആയിട്ടുള്ളൊരു എനർജി കൂടിയാണ് 8 ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്.
എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നതും കൂടിയാണ്, പെട്ടെന്നുള്ളൊരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നതും കൂടിയാണ് ഇവിടെ 8 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള എന്താണോ, ഒരു ജോലിയാണോ, അല്ലെങ്കിൽ പണമാണോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പാണോ, അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് 8 ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് മാറ്റം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ പണത്തിൻ്റെ ചിലവ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. പെട്ടെന്ന് നിങ്ങൾ പല കാര്യങ്ങളും കണ്ട് അത് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് നിങ്ങളത് വാങ്ങാനുള്ള തീരുമാനം എടുക്കാനും അതുപോലെ ധനനഷ്ടം സംഭവിക്കാനുള്ള ഒരു ഇതുമുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ വേണ്ടതാണോ എന്ന് ആലോചിച്ചിട്ട് മാത്രം വാങ്ങുക. ആവശ്യമുള്ളത് മാത്രം വാങ്ങുക. അനാവശ്യമായിട്ട് വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് 8 ഓഫ് വാൺസിൻ്റെ എനർജി. അടുത്തത്, അപ്പോൾ ഇതാണ് റീഡിങ്. നമുക്ക് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. നോ നീഡ് ടു വറി. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇവിടെ ഒരു വിഷമത്തോടു കൂടി പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ നല്ലത് വരുന്നുണ്ട്. യെസ്, ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് അവസരം തന്നെയാണ് വരുന്നത്. ഇവിടെയൊക്കെ അവസരങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അവസരങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരുന്നു. ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, യെസ്, അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ വരും എന്നുള്ളതാണ് പറയുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ്, എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ഇതുവരെയുള്ളതിൽ നിന്നും വളരെയധികം മാറ്റം നിങ്ങളിലേക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. കാരണം ഇവിടെ ഒരു കർമ്മ റിലീസിംഗ് ആണ്, ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സൈക്കിളിലേക്ക് നിങ്ങൾ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഇവിടെ സഡൻ ചേഞ്ചസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ഇതിൽ വരുന്നു എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്, അവസരം, ഇതൊക്കെ വരുന്നുണ്ട്. എന്തായാലും വളരെ നല്ലൊരു മാറ്റമാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, നോക്കാം ലവ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത്. ബാലൻസ്. There needs to be a healthy balance of physical, emotional and spiritual intimacy for a relationship to be sustainable. ഓക്കെ, എന്തായാലും നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എല്ലാത്തിലും, ഫിസിക്കലായാലും ഇമോഷണലായാലും സ്പിരിച്വൽ ഇൻറ്റിമസിയിലായാലും എല്ലാത്തിലും നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരിക. എങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സസ്റ്റൈനബിളായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. യു ആർ ഇനഫ്. The person you are meant to be with will you the way you are. You don't need to change. അപ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചോളും. നിങ്ങൾ നിങ്ങളായിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. Be honest. Heart-to-heart conversation are necessary. It is safe for you talk about your feelings. നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺവെർസേഷൻ നടത്തണം, തമ്മിൽ സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ബി ഹോണസ്റ്റ്. ഓക്കെ, അതൊരു അത്യാവശ്യമാണ്, നെസസറി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നന്നായിട്ട്. മാഗ്നറ്റിക് കണക്ഷൻ. ദർ ഈസ് എ വെരി സ്ട്രോങ് പുൾ ആൻഡ് ഇൻറ്റൻസിറ്റി ദാറ്റ് ഡ്രോസ് യു ടു ദിസ് പേഴ്സൺ. അപ്പോൾ ഒരു മാഗ്നറ്റിക് കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നിങ്ങളെ ആ ഒരു വ്യക്തിയിൽ ഒരു നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു എന്താ പറയുക, കാന്തം അടുക്കില്ലേ, അതുപോലെ തന്നെ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു ഇൻറ്റൻസിറ്റിയും പുള്ളും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഇത്രയധികം അട്രാക്ഷൻ തോന്നുന്നതും ഒരു
വലിവ് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങോട്ടേക്ക്, ഒരു ചായ്വ് വലിവ് ഒക്കെ തോന്നുന്നത് മാഗ്നറ്റിക് കണക്ഷൻ ആയതുകൊണ്ടാണ് എന്നാണ് ഇവിടെ ലവ് ഒറാക്കിൾ ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ വളരെ നല്ല എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു കർമ്മ സൈക്കിളൊക്കെ എൻഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടും ഫുൾഫിൽഡ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാവും, വളരെ സന്തോഷം തോന്നുന്നുണ്ടാവും. അതുപോലെ ഭാഗ്യം, സക്സസ്, ലക്ക്, പണം ഇങ്ങനെയുള്ളതൊക്കെ അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച മാനിഫെസ്റ്റ് ചെയ്ത തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്, അതിനുള്ള സാധ്യതകളൊക്കെയാണ് ഈ കാർഡുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ റീഡിംഗ്. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ല കാര്യം ചിന്തിക്കുക, പ്രവർത്തിക്കുക, നല്ലതിനെ അട്രാക്റ്റ് ചെയ്യുക. എല്ലാം ഇതിലുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, ചിലർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, അതായത് പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പലരും പല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാത്തത്? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ അത് ചെയ്യുക. നിങ്ങളുടെ പാഷൻ എന്താണോ അത് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്സോ നിങ്ങളുടെ ഡാൻസിൻ്റെയോ അല്ലെങ്കിൽ പാട്ടിൻ്റെയോ അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്ത സ്ഥലത്ത് പോകുന്നതിൻ്റെ കാര്യങ്ങളോ എന്താണോ നിങ്ങൾക്കിഷ്ടം അതിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് ചെയ്യുക, അതിനെ എൻജോയ് ചെയ്യുക. എത്ര പേർ കാണുന്നു എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് കാണാനിടുക. മറ്റുള്ളവർ ചിലപ്പോൾ കാണുമായിരിക്കും, കാണില്ലായിരിക്കും. അതിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷമാവും, ഒരാൾ വന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷമാവും. അപ്പോൾ അത് പിന്നീട് വളർന്ന് വലുതാവും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങളത് ആരെങ്കിലും കാണുമോ അല്ലെങ്കിൽ ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് പല കാര്യങ്ങളും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം, ഒരുപാട് സന്തോഷം തോന്നുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകൂ. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. സക്സസ് തന്നെയാണ് ഇവിടെ ഏഞ്ചൽസൊക്കെ നിങ്ങൾ പറയുന്നത്. യൂണിവേഴ്സ് എന്തായാലും നിങ്ങളുടെ കൂടെ നിൽക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. ഒരുപാട് പോസിറ്റീവ്സ് നിങ്ങളിലേക്ക് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നു, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും അതുവരെ പോസിറ്റീവായിരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.